ഇന്നലെ ഞങ്ങൾ അതിരപ്പള്ളിയിൽ ചൂടത്ത് അടിച്ചു പൊളിച്ചു. ഡേ 1 ഒക്കെ കഴിഞ്ഞു. വൈകുന്നേരവും ഞങ്ങൾ കുറച്ച് കറങ്ങാനൊക്കെ പോയിട്ട് ഇന്ന് ഡേ 2 ഞങ്ങൾക്ക് 11 മണിയാകുമ്പോഴേക്കും ഞങ്ങൾക്ക് റൂം വെക്കേറ്റ് ചെയ്യണം. അതുകൊണ്ട് രാവിലെ തന്നെ അച്ഛനും ചെറുതും കുളിച്ചൊരുങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ വന്നപ്പോഴേക്കും മോന് ചെറിയ രീതിയിൽ പനി തുടങ്ങിയ കാരണം ഞങ്ങൾ പൂളിലേക്കൊന്നും പോയി എക്സ്പ്ലോർ ഒന്നും ചെയ്യാൻ പോയില്ല. ഞങ്ങൾ ജസ്റ്റ് നോക്കിയപ്പോൾ തന്നെ ഞാൻ നോക്കിയപ്പോൾ പബ്ലിക് പൂളായിരുന്നു, അത് പ്രൈവറ്റ് ആയിരുന്നില്ല. അത് ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു. അപ്പോൾ പിന്നെ പോയാൽ ആ ഒരു പ്രൈവസി കിട്ടൂലല്ലോ. അവരെല്ലാവരും ഓൾമോസ്റ്റ് നന്നായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ പോയുമില്ല. രാവിലെ അപ്പോഴാണ് ഞാൻ രാവിലെ പോയി നോക്കണത് പൂൾ ഏരിയ ഒക്കെ എങ്ങനെയാണെന്നും ഒക്കെ ശരിക്കും ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് എടുക്കാൻ പറ്റിയത്. അപ്പോൾ നോക്കിയപ്പോൾ ആരുമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വേഗം എൻ്റെ മൂത്ത മോനെയും ചെറുതിനെയും ഒന്ന് കൊണ്ടുപോയി. ഒന്ന് കുളിച്ചിട്ടൊക്കെ വരാമല്ലോ. അവർ രണ്ടുപേരും, മൂത്ത മോൻ കുളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അവനൊന്ന് എക്സ്പ്ലോറൊക്കെ ചെയ്യാമല്ലോ. അതിരപ്പള്ളി എന്തൊക്കെ ചെയ്യാം, എങ്ങനെയൊക്കെ കറങ്ങി എന്നുള്ളത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ മുകളിലത്തെ കാർഡ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ കാണാൻ പറ്റും. ഞാനപ്പോൾ എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ പോയി അവനെ വേഗം വിളിച്ചു, ചെറുതിനെയും കൊണ്ടുപോയി. അപ്പോൾ കുറച്ച് നേരം അവർ രണ്ടുപേരും നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തു. എന്തായാലും ഇത് നന്നായിട്ട് തന്നെ അതിൽ കുളിച്ചു. നല്ല അവന് നല്ല ഇഷ്ടമാണ് പൂളിൽ ഒക്കെ ഇങ്ങനെ കളിക്കണം കുളിക്കണം. അതുകൊണ്ട് കുറേ കളിയൊക്കെ കഴിഞ്ഞിട്ട് അവനോട് ഞാൻ വേഗം കുളിച്ചൊരുങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഞങ്ങൾ പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം കാണണമെങ്കിൽ മുകളിലത്തെ കാർഡ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ കാണാൻ പറ്റും. പൂളിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം പോയി കുളിച്ച് പാക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പാക്കിംഗ് ഒക്കെ ചെയ്ത് അത് കഴിഞ്ഞ് മെയിൻ സാധനം, നമ്മൾ എവിടെ പോയാലും കുറച്ച് ഫോട്ടോസ് എടുക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ പോണേക്ക് മുമ്പ് കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു. സെക്ഷൻ ഒന്ന് കഴിഞ്ഞിട്ട് വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി. ബ്രേക്ക്ഫാസ്റ്റ് അവിടെ കോംപ്ലിമെൻ്ററി ആയിരുന്നു. മോൻ വിചാരിച്ചു ബൊഫേ ആയിരിക്കുമെന്ന്. പക്ഷേ ബൊഫറ്റൊന്നും ആയിരുന്നില്ല. അവർ കുറച്ച് ഐറ്റംസ് തന്നു. അത് കുഴപ്പമുണ്ടായിരുന്നില്ല. ഞങ്ങൾ ആദ്യം താഴെ ഇരുന്ന് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ താഴെ അവിടെ പോയപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഫാമിലി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളോട് ടോപ്പ് ഫ്ലോറിൽ പോകാൻ പറഞ്ഞു. അത് ഞാനിതൊന്ന് നന്നായി, എന്ന് വെച്ചാൽ സ്വസ്ഥം സൗകര്യമായിട്ട് ഞങ്ങൾക്ക് അവിടെ പോയി സുഖമായിട്ട് കഴിക്കാൻ പറ്റി.
ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത് വെള്ളയപ്പം, ബട്ടൂര, മസാല, മുട്ടക്കറി, പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ആയിരുന്നു, പിന്നെ ചായ. അതിൽ മസാലയും വെള്ളയപ്പമൊക്കെ സാധാ പോലെ വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ മുട്ടക്കറി അത് പറയാൻ പറ്റില്ല, നല്ല സൂപ്പർ സാധനം തന്നെയായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. മോൻ അതും കൂട്ടിയാണ് കഴിച്ചിരുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കനെ ലാസ്റ്റ് ഇനി ഇവിടെ ഊഞ്ഞാലിങ്ങനെ ആടാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചാൽ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി, ഞാനും ചെറുതും കൂടെ ആടി, മൂത്തവനും ചെറുതും കൂടെയൊക്കെ ആടി. ഞങ്ങളവിടെ ക്ലിയറിൻ്റെ റിസോർട്ടിനോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ വന്ന അതേ വഴി കൂടെ തന്നെ തിരിച്ചിങ്ങനെ പോകുമായിരുന്നു. പോണ വഴിക്ക് സെയിം നമ്മളുടെ ആ എണ്ണപ്പനത്തോട്ടങ്ങളൊക്കെ കണ്ടു. എന്ത് രസമാണെന്നറിയോ, അതിങ്ങനെ നോക്കിയിരിക്കാൻ നല്ല രസമാണ്. എനിക്ക് മെയിൻലി ചില സ്ഥലങ്ങളിനേക്കാൾ ഇഷ്ടം ആ സ്ഥലം എത്തുന്നതിന് മുമ്പുള്ള ഇങ്ങനത്തെ റോഡുകളാണ്. രണ്ട് സൈഡിലും കാടും ചെടികളും എന്ത് രസമാണെന്നറിയോ അത്. അങ്ങനെ ഞങ്ങളൊരു സ്ഥലം ഇത്രയും ഇന്നലെ ഒന്നും ഞങ്ങൾ ഐസ്ക്രീമോ നിർത്തിയൊന്നും കഴിച്ചിരുന്നില്ല. ഇന്ന് എന്തായാലും പോകുകയല്ലേ, അപ്പോൾ ലാസ്റ്റ് ഈ ഇതിൻ്റെ സെക്ഷൻ്റെ ഒരു ലാസ്റ്റ് ആയപ്പോഴേക്കും നോക്കിയപ്പോൾ ഒരു ഐസ്ക്രീം ചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവിടെ ഒന്ന് ഇറങ്ങി കുറച്ച് നേരം കൂടെ ഒന്ന് സ്പെൻഡൊക്കെ ചെയ്തു, ഐസ്ക്രീമൊക്കെ കഴിച്ചു. പതുക്കനെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് അങ്ങോട്ട് പോയി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.